ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അവൻ നിങ്ങളെ വേണ്ടെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് പറഞ്ഞത് കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, എന്നോട് കുറച്ച് താല്പര്യം കാണിക്കാത്തത് എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന പലതരം ചിന്തകളായിരിക്കാം. ഇനി ഇപ്പം എന്നോട് പൂർണ്ണമായിട്ടും അട്രാക്ഷൻ നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വയം ഇങ്ങനെ തോട്ട്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തേച്ചാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും. ഫസ്റ്റ് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവരെ നിരന്തരം ഡിസ്റ്റർബ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. അത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു ഭാരം കുറയും. മാത്രമല്ല, നമുക്ക് ഇമോഷണലി കുറച്ചുകൂടി ഫ്രീ ആവാനായിട്ട് പറ്റും. ഇമോഷണലി നമ്മൾ ഓക്കെ ആവാനാണ് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് നമ്മൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും, ശരി തന്നെയാണ്. പക്ഷേ ഇമോഷണലി ഹീലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. ചില ആളുകൾക്ക് അത് പുറത്തു പോകുമ്പോഴായിരിക്കാം, ചില ആളുകൾക്ക് സുഹൃത്തുക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കാം, ചില ആളുകൾക്ക് മ്യൂസിക് കേൾക്കുമ്പോഴായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നിങ്ങൾ അതിൽ നിന്നും ഇമോഷണലി റിക്കവർ ആവാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ച് റിക്കവർ ആവുക. അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക. ആ വ്യക്തി എന്നെ വേണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രഷറായിരിക്കും നിങ്ങൾക്ക്. അപ്പം അത് മാറിക്കിട്ടാനാണ് അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, സൊല്യൂഷനുണ്ട്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, സൊല്യൂഷൻ പറയുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെൽഫ് കെയർ, അതുപോലെ തന്നെ സെൽഫ് ലവ്, ഇതിലൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് പറയാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അപ്പം നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഒന്ന് മാറ്റിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സെൽഫ് കെയർ, അത് മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സെൽഫ് ലവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 ways to love yourself എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൽ 20ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നമ്മുടെ തന്നെ ഓൾഡ് വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് വാച്ച് ചെയ്യാം. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടും. സെൽഫ് ലവ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരാൾക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് മസ്റ്റാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അത് ആ വീഡിയോസ് കണ്ടിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലെവലിനെ തന്നെ ബൂസ്റ്റ് ചെയ്യാനും, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒന്നുകിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുക. നമ്മൾ എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടതായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാറ്റിനും നമ്മൾ നന്ദി പറയണം, അല്ലേ? നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നിമിഷം അതൊന്നുമില്ലെങ്കിൽ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമുക്ക് നന്ദി പറയേണ്ട ആ ഒരു സാഹചര്യം വരും, അല്ലേ? നന്ദി പറയാൻ നമുക്ക് തോന്നും. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അത് കണ്ണടച്ച് മനസ്സിൽ ആലോചിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആർക്ക്, എന്തിന്, ആരോട് എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് ജേർണലിങ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് അതും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളെ ഇമോഷൻസ് ഒന്നുകൂടി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി അടുത്ത ഒരു കാര്യം പറയുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്രത്തോളം അങ്ങോട്ട് കത്തുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇത് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നമുക്ക് ലൈഫിൻ്റെ ഏത് മേഖലയിലും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് തിയറി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ മതി. അത് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് PDF അയച്ചു തരാം. മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. സീക്രട്ട് മലയാളം എന്നോ സീക്രട്ട് ഇംഗ്ലീഷ് എന്നോ അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അയച്ചു തരാം. അത് വായിക്കുക. ഇനി PDF വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ലീഡിംഗ് ബുക്ക് സ്റ്റോളിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന റോണ്ട ബേണിൻ്റെ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി വായിക്കുക. നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഇനി നമ്മുടെ അടുത്ത പോയിന്റിലോട്ട് വരാം. ഓക്കെ, ഡിസ്കണക്റ്റ് ആവുക എന്നുള്ളതാണ് ആ വ്യക്തിയുമായിട്ട്. കാരണം നമ്മളെപ്പോഴും മെസ്സേജ് അയക്കുക, അവരുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എപ്പോഴും അവരുടെ ഫോട്ടോ നോക്കിയിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ഒരു റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് അതൊന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. അതെവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഫൺ എല്ലാവർക്കും ആവശ്യമായിരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിരിക്കും, അല്ലേ? ഓണസ്റ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, അത് ആവശ്യമായിരിക്കും. റെസ്പെക്റ്റ് ആവശ്യമായിരിക്കും, സപ്പോർട്ട് ആവശ്യമായിരിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ജസ്റ്റ് അതൊന്ന് അനലൈസ് ചെയ്ത് അതൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാര്യങ്ങൾ, ഇതും അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് രാവിലെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 15 മിനിറ്റ് വീതം മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഞാൻ തരാം. അത് ലവ് മാസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. മോർണിംഗിൽ ഒരു 15 മിനിറ്റും നൈറ്റ് കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 15 മിനിറ്റും ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ്. അതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റുകളുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, സെൽഫ് ലവുമായി ബന്ധപ്പെട്ട്, സെൽഫ് കെയറുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള തോട്ട് പ്രോസസ്സ്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് മെത്തേഡുകൾ, വാട്ടർ ടെക്നിക്കുകൾ, അങ്ങനെ ഒത്തിരി ഫോക്കസ് വീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോപ്പർ പരിപാടിയാണത്, പ്രോഗ്രാമാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്ന് തോന്നും, നിങ്ങളില്ലാതെ പറ്റില്ലെന്ന് തോന്നും. ആ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഈ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഗൈഡൻസിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും. എൻ്റെ തന്നെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതുപോലെ ഒരുപാട് തിയറി ആയിരിക്കില്ല, നമ്മളതിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ആയിരിക്കും, ആക്ടിവിറ്റി ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സപ്പോർട്ട് വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വേണ്ട ആളുകളും മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടോ ഫ്രീ ആയിട്ട് അയച്ചു തരാം. താങ്ക്